ഫ്രണ്ട്സ്, ഞങ്ങളെല്ലാവരും കൂടെ സ്പീഡിൽ നടന്നു പോകുന്നത് മലേഷ്യൻ രാജാവിൻ്റെ കൊട്ടാരം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ കൊട്ടാരത്തിൻ്റെ വാതിക്കൽ ഇതുപോലെയുള്ള തലയെടുപ്പോടുകൂടിയ 4 കുതിരകളും ആ കുതിരപ്പുറത്ത് അവരുടെ കാവൽക്കാരും ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നിട്ട് നമുക്ക് ഈ കുതിരയുടെ അടുത്ത് നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാവുന്നതാണ്. ഇതാണ് മെയിൻ എൻട്രൻസ് ഗേറ്റ്. അപ്പോൾ ഈ ഗേറ്റിനുള്ളിലേക്ക് ക്യാമറ ഫോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് ഒരു ഫോട്ടോസും വീഡിയോസും എടുത്ത് അപ്പോഴേക്കും ശങ്കരൻ പെട്ടെന്ന് ഓടി വന്ന് പേടിച്ചിട്ട് ഉള്ളിലേക്ക് ക്യാമറ എടുക്കണ്ട, കാരണം ചുറ്റി അവർ ഫ്രണ്ടിലൊക്കെ വരെ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട്. ഹൈ സെക്യൂർ ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഈ ഗേറ്റിന് വെളിയിൽ നിന്ന് മാത്രമേ നമുക്ക് ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുക്കാൻ പറ്റത്തുള്ളൂ. മലേഷ്യൻ രാജാവിൻ്റെ കുടുംബസ്വത്ത് $5.7 ബില്യൺ. സ്വകാര്യ ജെറ്റുകളും ഏകദേശം 300ഓളം ആഡംബര കാറുകളും ഒരുപാട് മോട്ടോർ വാഹനങ്ങളും അതുപോലെ തന്നെ ഹിറ്റ്ലറുടെ മെഴ്സിഡസ് ബെൻസ് കാറും ഇദ്ദേഹത്തിൻ്റെ കാർ ശേഖരത്തിലുണ്ട്. രാജകീയ ചുമതലകൾ ഏറ്റെടുക്കാത്തപ്പോൾ സുൽത്താൻ ഇബ്രാഹിം സ്വന്തം സ്വകാര്യ കമ്പനികളിലും റിയൽ എസ്റ്റേറ്റിലും ഒരുപാടായിട്ട് നിക്ഷേപം കണ്ടെത്തുന്നതിന് പേര് കേട്ട ഒരു ബിസിനസ്സുകാരനാണ്. ബ്ലൂംബെർഗിൻ്റെ കണക്കനുസരിച്ച് മലേഷ്യയിലെ ഏറ്റവും വലിയ സെൽഫോൺ ദാതാക്കളിൽ ഒന്നായ യു മൊബൈലിൻ്റെ കാൽഭാഗത്തിൽ താഴെ ഓഹരി ജോഹറിലെ എണ്ണ വാതക കമ്പനിയായ മഹാറാണി എനർജി ഗേറ്റ്വേ 40% ഓഹരിയിലും അദ്ദേഹത്തിന് നിക്ഷേപമുണ്ട്. കുടുംബത്തിൻ്റെ പണം മലേഷ്യയ്ക്ക് അപ്പുറം സിംഗപ്പൂരിലേക്ക് കൂടി വ്യാപിച്ചു കിടക്കുന്നു. സിംഗപ്പൂർ തീരത്ത് മനുഷ്യനിർമ്മിത ദ്വീപുകളിൽ നിർമ്മിക്കുന്ന ആഡംബര കോമ്പൗണ്ടായ ഫോറസ്റ്റ് സിറ്റി ഉൾപ്പെടെ സുൽത്താൻ ഇബ്രാഹിമിന് രാജ്യത്ത് $4 ബില്യൺ വിലമതിക്കുന്ന ഭൂമി ഉണ്ട് എന്നുള്ളതാണ് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പൂർത്തിയാവുമ്പോഴേക്കും വികസനം മാൻഹട്ടൻ്റെ പകുതി വലിപ്പമുണ്ടെന്നും ഏകദേശം $100 ബില്യൺ ചിലവാകുമെന്നും പ്രസിദ്ധീകരണം പറയുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും കുതിരപ്പുറത്ത് ഇരിക്കുന്നവർക്ക് ഡ്യൂട്ടി മാറ്റേണ്ട സമയമാകുമ്പോഴേക്കും അടുത്ത കാവൽക്കാർ 4 പേര് കുതിരയിൽ അവിടെ എത്തി. അതിനുശേഷം ആ കാവൽ നിൽക്കുന്ന ആളുകൾ മാറിയിട്ട് പുതിയ ആളുകൾ കാവലേറ്റെടുത്തു. ശരിക്ക് കുതിരപ്പുറത്ത് ഒരു ലോങ് പീരീഡ് ഇരിക്കുക എന്നുള്ളത് വളരെ കഷ്ടപ്പെട്ട ഒരു ജോലിയാണെന്നുള്ളത് ഞങ്ങളുടെ വൈഷ്ണവ ടെമ്പിൾ യാത്രയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതാണ്. അങ്ങനെ ഞങ്ങൾക്ക് മലേഷ്യൻ രാജാവിൻ്റെ കൊട്ടാരമായ ഇസ്താന നെഗര കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ഉള്ളിലേക്ക് പ്രവേശനമില്ലെങ്കിലും നമുക്ക് വെളിയിൽ നിന്നിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഈ കുതിരയുടെ ഡ്യൂട്ടി എല്ലാം മാറി പുതിയ കാവൽക്കാർ ചുമതലയേറ്റു. പിന്നീട് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം അവിടെ നിന്ന് വെളിയിൽ നിന്ന് തന്നെ എടുത്തതിന് ശേഷം ഞങ്ങളുടെ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സും കൂടെ ചേർന്ന് അടുത്ത പ്ലേസ് കാണാൻ വേണ്ടി തിരിച്ചു.